അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അമ്മാ ബഅദ്. മരണം ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത യാഥാർത്ഥ്യം. മരണാനന്തരം ഖബർ ജീവിതമെന്ന ബർസഖ്, പരലോകത്തേക്കുള്ള യാത്ര. അവിടെ രക്ഷയും ശിക്ഷയുമുണ്ട്. മരണത്തെയും മരണാനന്തര ജീവിതത്തെയും ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇസ്ലാം ഖബർ സിയാറത്ത് സുന്നത്താക്കിയത്. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സൂറു അൽ ഖുബൂർ ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ. നിങ്ങൾ ഖബറുകൾ സന്ദർശിക്കുക, തീർച്ചയായും അവ നിങ്ങൾക്ക് പരലോക ബോധത്തെ ഓർമ്മിപ്പിക്കും. മരണത്തെയും മരണാനന്തര ജീവിതത്തെയും ഓർമ്മിപ്പിക്കുക എന്നതല്ലാതെ മറ്റൊരു ലക്ഷ്യം ഖബർ സിയാറത്ത് മുഖേന അല്ലാഹുവും റസൂലും പഠിപ്പിച്ചിട്ടില്ല. യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് പഠിപ്പിക്കുന്ന ഖബർ സിയാറത്തും ഖബർ സിയാറത്തിന്റെ പേരിൽ കേരളത്തിനകത്തും പുറത്തും നടക്കുന്ന അനാചാരങ്ങളും ഇസ്ലാമുമായി ഒരു നിലക്കും ബന്ധമില്ല. മാത്രവുമല്ല, ഇന്ന് ഖബർ സിയാറത്ത് ഖബറാരാധനയായി മാറിയ കാഴ്ചയാണ് നമുക്കെവിടെയും കാണാൻ കഴിയുന്നത്. ജൂത ക്രൈസ്തവ സമൂഹങ്ങൾക്ക് പറ്റിയ അബദ്ധം മുസ്ലിം സമൂഹത്തെയും പിടികൂടിയതായി നമുക്കിവിടെ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലഅനല്ലാഹുൽ യഹൂദ വൻ നസ്വാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. ജൂതരെയും ക്രൈസ്തവരെയും അല്ലാഹു ശപിക്കട്ടെ. അവർ അവരുടെ അമ്പിയാക്കളുടെ, പ്രവാചകന്മാരുടെ ഖബറിടം സുജൂദിന്റെ കേന്ദ്രങ്ങളായി സ്വീകരിച്ചു. ഖബർ സുജൂദിന്റെയും ആരാധനകളുടെയും കേന്ദ്രമാക്കുക വഴി ജൂത ക്രൈസ്തവ ഷിയാ സമൂഹങ്ങളുമായി മുസ്ലിം ഉമ്മത്ത് രാജിയാകുന്ന രംഗം കണ്ടില്ല എന്ന് നടിക്കാൻ ഇസ്ലാമിനെ സ്നേഹിക്കുന്ന ഒരു മുസ്ലിമിന് സാധ്യമല്ല. ഖബർ സിയാറത്ത് എന്തിന് എന്ന യാഥാർത്ഥ്യം തേടിയുള്ള നിഷ്പക്ഷമായ ഒരു യാത്രയാണ് നിങ്ങളുടെ കൈകളിലുള്ള ഈ ഡോക്യുമെന്ററി. അൽ ഫുർഖാൻ മൾട്ടിമീഡിയ പുറത്തിറക്കുന്ന ഈ സംരംഭം സത്യാന്വേഷികൾക്ക് ഒരു മാർഗദർശിയാകും. തീർച്ച. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ദക്ഷിണേന്ത്യയെ അപേക്ഷിച്ച് ഖബർ ആരാധനയുമായി ബന്ധപ്പെട്ട തിന്മകൾക്ക് രൂപവൈവിധ്യങ്ങൾ ഏറെയാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ. ഞങ്ങളുടെ പഠനാന്വേഷണങ്ങളിൽ ഞങ്ങൾക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞ ഒരു സവിശേഷ സത്യം ഇവിടെ വെളിപ്പെടുത്തട്ടെ. ക്ഷേത്ര സംസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട ഭിന്നതകൾ എപ്രകാരമാണോ ഇന്ത്യയുടെ ദക്ഷിണ ഉത്തരദേശങ്ങളിൽ കാണുന്നത്, അതുപോലെ പ്രകടമായി തന്നെ കാണാവുന്നതാണ് ദർഗകളിലെ രീതികൾ തമ്മിലുള്ള ഭിന്നതകളും. സൂഫിസത്തിന് ഏറെ സ്വാധീനമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ദർഗകളിൽ ഷിയായിസത്തിന്റെ അടയാളങ്ങൾ സമൃദ്ധമായി കാണാം. ഇസ്ലാം എന്ന് പറയുമ്പോൾ ദർഗയും പീറുമാരും സൂഫികളും സൂഫികളുടെ സംഗീതമായ കവാലിയുമാണ് എന്ന് മനസ്സിലാക്കപ്പെടുന്ന അവസ്ഥ ഉത്തരേന്ത്യയിൽ ഇന്നും നിലനിൽക്കുന്നു. സൂഫിസത്തിന്റെ അവിഭാജ്യഘടമായ ഖബർ ആരാധനയ്ക്ക് താത്വികവും പ്രായോഗികവുമായ രൂപവൈവിധ്യം തന്നെ ഉത്തരേന്ത്യയിലുണ്ട്. ഇന്ത്യയിലെ ഖബർ പൂജകർ പരമപ്രാധാന്യത്തോടെ കാണുന്ന അജ്മീർ ഖാജ മുഈനുദ്ദീൻ ചിശ്തിയുടെ ദർഗ സന്ദർശിച്ചപ്പോൾ അതൊരു ഷിയാ ഖബർ പൂജാകേന്ദ്രമാണ് എന്ന സത്യം ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. കേരളത്തിലെ പുരോഹിതന്മാരും സുന്നികളെന്ന് അഭിമാനിക്കുന്ന ദുരാചാരക്കാരും വളരെ ഭയഭക്തി ബഹുമാനങ്ങളോടെ മാത്രം കാണുകയും ആദരിക്കുകയും ചെയ്യുന്ന സ്ഥലമാണ് അജ്മീർ. കേരളത്തിൽ നിന്ന് വർഷം പ്രതി 10,000-കണക്കിന് ഭക്തർ അജ്മീർ ദർഗ സന്ദർശിക്കുന്നുണ്ട്. കേരളത്തിൽ നിന്നുള്ള സന്ദർശകരിൽ ചിലർ അവിടെ വർഷങ്ങളോളം അന്തേവാസികളുമായി കൂടാറുണ്ട്. ഞാൻ ഇവിടെ വരാൻ തുടങ്ങിയിട്ട് 76 വരാൻ തുടങ്ങിയിട്ടുണ്ട്. മണ്ണാർക്കാട്. ഇപ്പോൾ അവിടെ വന്നിട്ട് ഞാൻ കഴിഞ്ഞ് വലിയൊരുനാൾക്ക് വന്നത് ഒരു മാസം മുൻപ് ആയ ഒരു കൊല്ലമായി. മലബാറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അജ്മീറിലേക്ക് ഒളിച്ചോടിപ്പോയി അവിടെ വെച്ച് മരിച്ച് മറപ്പെട്ട നിരവധി കുടുംബനാഥന്മാരെക്കുറിച്ച് പറഞ്ഞു കേൾക്കാം. കുടുംബഭാരത്തിൽ നിന്ന് രക്ഷ തേടിയോ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടിയോ സ്വന്തം നാട്ടിൽ നിൽക്കാൻ വയ്യാതെ രക്ഷപ്പെട്ടോ അജ്മീറിലെത്തുന്ന മലയാളികൾ അന്നും ഇന്നും ഏറെയുണ്ട്. അജ്മീർ ഖോജയുടെ കഥകളും പാട്ടുകളും ഇതിഹാസ വിവരണങ്ങളും പണ്ടേ കേരളത്തിൽ പരക്കെ എത്തിയിട്ടുണ്ട്. അജ്മീർ ഫക്കീറുമാർ എന്ന പേരിൽ പണപ്പിരിവ് നടത്തി ജീവിക്കുന്നവർ കഴിഞ്ഞ പതിറ്റാണ്ടിന്റെ അവസാനം വരെ കേരളത്തിൽ സുലഭമായിരുന്നു. അജ്മീറിന്റെ പോരിശകൾ പറഞ്ഞും പ്രചരിപ്പിച്ചും മുസ്ലിങ്ങളിൽ ആ ദർഗയോടുള്ള ഭക്തി ഊട്ടിയുറപ്പിക്കുന്ന കാര്യത്തിൽ ചലച്ചിത്രങ്ങൾ പോലും ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അജ്മീർ ഖോജയുടെ പേരിൽ എഴുതപ്പെട്ട പാട്ടുകൾ ഉൾച്ചേർന്ന സിനിമകൾ മുസ്ലിങ്ങളെ ആകർഷിക്കുകയും ചെയ്തിരുന്നു.
ഇങ്ങനെ സവിശേഷമായ ഭയഭക്തി ബഹുമാനങ്ങൾ നിലനിൽക്കുന്ന ഒരു ദർഗയാകയാൽ അജ്മീറിനെക്കുറിച്ച് സത്യാസത്യങ്ങൾ വിവേചിച്ചറിയണമെന്ന സതുദ്ദേശം ഞങ്ങളുടെ അജ്മീർ പഠനയാത്രയിൽ ഉണ്ടായിരുന്നു. കേട്ടുകേൾവികൾക്കും അപ്പുറത്താണ് യാഥാർത്ഥ്യങ്ങൾ എന്ന് ഞങ്ങൾക്കവിടെ അനുഭവപ്പെട്ടു. വളർന്നു പന്തലിച്ചു നിൽക്കുന്ന ഖബർ ആരാധനയുടെ വിഷശാഖകൾ ഒരു സമൂഹത്തിന്റെ ഇഹപര വിജയത്തിന് മുകളിൽ കരിനിഴൽ വീഴ്ത്തി നിൽക്കുന്ന കാഴ്ച അജ്മീരിൽ ഞങ്ങൾ കണ്ടു. രജപുത്ര രാജവംശങ്ങളുടെയും ക്ഷത്രിയ യുദ്ധവീരത്തിന്റെയും നാടായ രാജസ്ഥാന്റെ തലസ്ഥാനമായ ജയ്പൂരിന് തൊട്ടുപടിഞ്ഞാറ് മാറി സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് അജ്മീർ. പണ്ടുകാലം മുതൽക്കേ ഹൈന്ദവ രാജവംശങ്ങളുടെ ആധിപത്യത്തിന് കീഴിലായിരുന്നു അജ്മീറും ജയ്പൂരും ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ. ഉയർന്ന കുന്നുകളും കോട്ടകളും എമ്പാടുമുള്ള പ്രദേശമായിരുന്നു അജ്മീർ. ഹിന്ദുക്കളുടെ പ്രാചീന സാംസ്കാരിക രേഖകളിൽ പ്രതിപാദിക്കപ്പെടുന്ന അനാസാഗർ എന്ന തീർത്ഥ തടാകം അജ്മീരിലാണ് സ്ഥിതി ചെയ്യുന്നത്. അനാസാഗർ തടാകത്തിനു ചുറ്റുമായി നിരവധി ക്ഷേത്രങ്ങളും മഠങ്ങളും പണ്ടുതന്നെ നിലനിന്നിരുന്നു. ഒരു പുണ്യപുരാതന ഹൈന്ദവ നഗരമായിരുന്നു ചരിത്രത്തിൽ അജ്മീർ. ഇതാണ് ഇന്നത്തെ അജ്മീർ. തെരുവീഥികളും ഇടതിങ്ങിയ അധിവാസ കേന്ദ്രങ്ങളും ജനനിബിഡമായ വഴിയോരങ്ങൾ, മുഗിള കാലഘട്ടത്തിലെയും രജപുത്ര കാലഘട്ടത്തിലെയും സ്മരണകൾ പേറുന്ന ശില്പചാരുതയുള്ള കെട്ടിടങ്ങൾ. അജ്മീർ ഖാജയുടെ ദർഗയുമായി ബന്ധപ്പെട്ട് മുഗള രാജാക്കന്മാരും ഡൽഹി സുൽത്താൻമാരും പുലർത്തിയ ഭക്തിയും ആദരവുമാണ് ദർഗയെ ചുറ്റിപ്പറ്റി നഗരവീഥികൾ വികസിക്കുവാനും അജ്മീർ ഇന്ന് കാണുന്ന വിധത്തിൽ പരിണമിക്കാനും കാരണമായി തീർന്നത്. ഇന്ത്യക്ക് പുറത്ത് ജനിച്ചു വളർന്ന മുഈനുദ്ദീൻ ചിശ്തി എന്ന് പിൽക്കാലത്ത് അറിയപ്പെട്ട ഹസൻ ഇബ്നു ഗിയാസുദ്ദീനാണ് അജ്മീർ ദർഗക്കകത്ത് മറപ്പെട്ടുകിടക്കുന്ന സൂഫികളിൽ പ്രധാനി. ഇറാനിലെ ഖുറാസാൻ പ്രവിശ്യയിൽ ഉൾപ്പെടുന്ന സൻജർ എന്ന ഉൾനാടൻ ഗ്രാമത്തിലാണ് ഇദ്ദേഹം ജനിച്ചു വളർന്നത്. ഇദ്ദേഹത്തിന്റെ ജനനവർഷം കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. പലരും പല വർഷങ്ങളാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ദ ലൈഫ് ആൻഡ് ടീച്ചിങ് ഓഫ് മുഈനുദ്ദീൻ ചിശ്തി എന്ന കൃതിയിൽ പറയുന്ന വർഷം ഹിജ്റ 537 എന്നാണ്. മലയാളത്തിൽ എഴുതപ്പെട്ട അജ്മീർ ഖാജ എന്ന കൃതിയിൽ പറയുന്നത് ഹിജ്റ 530 എന്നുമാണ്. ഷീഈ പാരമ്പര്യത്തിൽ ജീവിച്ചിരുന്ന ഒരു കുടുംബമായിരുന്നു മുഈനുദ്ദീൻ ഹസൻ ചിശ്തിയുടേത്. ഷീഈ പണ്ഡിതനും കച്ചവടക്കാരനുമായിരുന്ന ഗിയാസുദ്ദീൻ പിതാവും മാഹൈനൂർ ബീവി എന്നറിയപ്പെട്ട ഉമ്മു വറാ മാതാവുമായിരുന്നു. ഷീഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പിന്തുടർന്നു വന്നിരുന്ന ഈ കുടുംബം അവരുടേതായ രീതിയിൽ ഭക്തിയും വിശ്വാസവും പുലർത്തിയിരുന്നു. പിതാവ് വഴിയും മാതാവ് വഴിയും മുഈനുദ്ദീൻ ഹസൻ അലി റളിയല്ലാഹു അൻഹുവിൽ എത്തിച്ചേരുന്നതായി ഇദ്ദേഹത്തിന്റെ അനുയായികളും ആരാധകരും അവകാശപ്പെടുന്നുണ്ട്. അഹ്ലുബൈത്തിന്റെ പിന്തുടർച്ചയിൽ ഊന്നുന്ന വംശപാരമ്പര്യവും ചരിത്രവും അവതരിപ്പിക്കുന്നത് എല്ലാ ഷീഈ സൂഫി ദിവ്യന്മാരുടെയും ചരിത്രകാരന്മാർ അവലംബിച്ചിട്ടുള്ള പൊതുവായ രീതിയാണ്. മുഈനുദ്ദീൻ ഹസൻ ചിശ്തിയുടെ ചരിത്രവും ഈ സൂഫി പ്രവണതയിൽ തന്നെയാണ് ഊന്നി നിൽക്കുന്നത്. മാതാവ് വഴിക്കും പിതാവ് വഴിക്കും ഇദ്ദേഹം അലി റളിയല്ലാഹു അൻഹുവിൽ എത്തുന്നതായി ചരിത്രകാരന്മാർ അവകാശപ്പെടുന്നു.